ഇന്ത്യയിലെ മതവിശ്വാസികൾ ലളിത ജീവിതത്തിലും ഉന്നത ചിന്തയിലും വിശ്വസിക്കുന്നു. ഉയർന്ന ഉൽപാദനം, ഉയർന്ന ഉപഭോഗം എന്നിവയൊക്കെ വ്യവസായവൽക്കരണത്തിലേക്ക് നീങ്ങിയ നിമിഷം നമ്മുടെ ആ മഹത്തായ നിഷ്കളങ്കതയും മനോഹരമായ ആത്മീയ പരിസ്ഥിതി സംസ്കാരവും നഷ്ടപ്പെട്ടു. മുമ്പ് ഗ്രാമങ്ങളായിരുന്നു സമൃദ്ധിയുടെ ഉറവിടം. ആത്മീയ ചിന്തകളിലും ഭക്തിയിലും അധിഷ്ഠിതമായ സംസ്കാരം. നാം പരമാത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മൾ പരമാത്മാവിൻ്റെ സേവകരാണ്. അപ്പോൾ ആ ഈശ്വരന്റെ പ്രീതിക്കായിട്ടാണ് നാം പ്രവർത്തിക്കേണ്ടത്. ഈ ലോകത്തിൽ ഈശ്വരൻ നമുക്ക് നൽകിയ പരിസ്ഥിതിയോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നാം അതിനെ ബഹുമാനത്തോടെയും കരുതലോടെയും സ്നേഹത്തോടെയും കൈകാര്യം ചെയ്യണം. എല്ലാം സുസ്ഥിരമായി നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംസ്കാരം നമുക്കുണ്ടാകണം. ശ്രീല പ്രഭാജി തന്റെ പ്രഭാഷണത്തിൽ പറയുന്നു, നിങ്ങൾക്ക് സ്നേഹത്തോടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും, സ്നേഹമില്ലാതെയും എന്തെങ്കിലും ചെയ്യാൻ കഴിയും. നിങ്ങൾ സ്നേഹത്തോടെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന വ്യക്തി വളരെയധികം സന്തോഷിക്കും. കാരണം നിങ്ങൾ കൃഷ്ണനെ സ്നേഹിക്കുന്നു. ചുറ്റും കാണുന്നതെല്ലാം നിങ്ങളെ കൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്നു. ഈ അർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലായിടത്തും കൃഷ്ണനെ കാണാൻ കഴിയും. കുട്ടിയുടെ കളിപ്പാട്ടങ്ങളോ ചെരുപ്പുകളോ കാണുന്ന മാതാപിതാക്കൾ, കുട്ടിയെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, കുട്ടിയുടെ വസ്തുക്കൾ കാണുമ്പോൾ കുട്ടിയുടെ വാത്സല്യം അവനിൽ അർപ്പിക്കുന്ന മാതാപിതാക്കളുടെ ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നു. അതുപോലെ കൃഷ്ണനോട് സ്നേഹം കാണുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ദിവ്യത്വം കാണാൻ കഴിയും. അത് കൃഷ്ണന്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലാകും. അതിനാൽ നമ്മൾ അതിനെ സംരക്ഷിക്കുകയും വേണം. നമ്മൾ അതിനെ നശിപ്പിക്കരുത്, ഉപദ്രവിക്കരുത്. നമ്മൾ ബഹുമാനിക്കണം. പ്രകൃതിയെ ദ്രോഹിക്കുക എന്നാൽ ദൈവത്തെ അനാരാധിക്കുക എന്നാണെന്ന് മനസ്സിലാക്കുകയും വേണം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്യുന്ന ഭക്തർ അനാവശ്യമായി മരങ്ങൾ മുറിച്ച് പ്രകൃതിയെ ദ്രോഹിക്കില്ല. ഒരിക്കൽ ഒരു ഭക്തൻ ശ്രീല പ്രഭാജിയോട് ചോദിച്ചു, എവിടെയും കൃഷ്ണനെ എങ്ങനെ കാണാൻ കഴിയും? അദ്ദേഹം ഭക്തനോട് ചോദിച്ചു, ഈ കണ്ണട കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ കഴിയും? ഭക്തന്റെ മറുപടി, അത് നിങ്ങളാണ് ശ്രീല പ്രഭാത്. എന്തുകൊണ്ട്? കാരണം ഇത് നിങ്ങളുടെ കണ്ണടയാണ്. അതുപോലെ നിങ്ങൾ പ്രകൃതിയെ നോക്കുമ്പോൾ ഞങ്ങൾ കൃഷ്ണനെ ഓർമ്മിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എല്ലായിടത്തും കൃഷ്ണനെ കണ്ടത്. കൃഷ്ണനെ മരത്തിലും നദിയിലും കണ്ടാൽ ഞാൻ എന്തിനു അവയെ ഉപദ്രവിക്കണം? ഭഗവാൻ കേന്ദ്രീകൃതമായ ഒരു ഭക്തി നമുക്കുണ്ടായിരിക്കണം. ഭഗവാൻ കൃഷ്ണൻ യഥാർത്ഥത്തിൽ ഒരു തികഞ്ഞ പരിസ്ഥിതി പ്രവർത്തകനാണ്. ഏറ്റവും ഉന്നതമായ പരിസ്ഥിതി പ്രവർത്തകൻ കൃഷ്ണനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വൃന്ദാവനത്തിൽ നമുക്ക് ഇത് കാണാൻ കഴിയും. കൃഷ്ണൻ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഗോവർദ്ധന പർവ്വതത്തെ ആരാധിച്ചു. യമുനാ നദിയിലെ മധുരമുള്ള ജലത്തെ കാളിയ വിഷത്തിൽ നിന്നും സംരക്ഷിച്ചു. മറ്റ് തടാകങ്ങളിലെ മരങ്ങളെയും ശാഖകളെയും ആരാധിച്ചു. പശുക്കളെയും മയിലുകളെയും മാനുകളെയും അവിടുത്തെ മറ്റ് എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ചിരുന്നു കൃഷ്ണൻ. നാം അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടരാം. കൃഷ്ണനെ സ്നേഹിക്കുമ്പോൾ പ്രകൃതിയോടുള്ള സ്നേഹം കൂടുതൽ അർത്ഥവത്തായതും കൂടുതൽ സന്തോഷകരമായി തീരും.